ഹായ് ഗായ്സ്, ഇത് 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. എനിക്കിപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ദിവസം എൻ്റെ ഫുള്ള് പാക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ പാക്കിംഗ് ചെയ്യണമെങ്കിൽ ഈ പെട്ടിയെല്ലാം ക്ലീൻ ആക്കണ്ടായി ഫസ്റ്റ്. അതുകൊണ്ട് പെട്ടിയെല്ലാം ക്ലീൻ ആക്കി ഈ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എൻ്റെ കയ്യിൽ എത്രമാത്രം ഉടുപ്പുണ്ടെന്ന്, ഇടാത്തതും ഇട്ടതും എല്ലാം. അപ്പോൾ ഞാൻ എപ്പോഴും നാട്ടിൽ വെക്കേഷനിൽ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് ഉടുപ്പുകളെ നാട്ടിൽ കൊണ്ടുപോകാറുള്ളായിരുന്നു. എന്ന് വെച്ചാൽ തിരിച്ച് വരുമ്പോൾ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. പാക്ക് ചെയ്തിട്ട് ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്താൽ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്നെല്ലാം പ്രാർത്ഥിച്ചിട്ട് വന്ന് പിന്നെ ഒരു കുഞ്ഞു പെട്ടി ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി കേട്ടോ, പാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ കുഞ്ഞു പെട്ടിയും ക്ലീൻ ആക്കി അതിൻ്റെ അകത്തും എല്ലാ സാധനവും ഞാൻ ഫിറ്റാക്കിയിട്ടും കുറേ സാധനങ്ങൾ ബാക്കി വന്നു. പിന്നെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടതല്ല, അതുകൊണ്ട് വെളിയിൽ പോയിട്ട് ഞാൻ കുഷ്കെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നേ. കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുക, നമുക്ക് കോളേജിൽ പോകാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എന്നോട് പറഞ്ഞില്ലേ. പിന്നെ ഞാൻ കോളേജിൽ പോയി എഞ്ചിനീയർ ബ്ലോക്കിൽ കുറേ നടന്ന് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ കാളയും പശുവിനെയും പോത്തിനെല്ലാം വളർത്തുന്നുണ്ടെന്ന്. ഗൈസ്, എനിക്ക് ഇത്തിരി റിഗ്രറ്റാണ് തോന്നുന്നത്. എനിക്ക് ഈ 3 വർഷം ഈ കോളേജിൽ പഠിച്ചിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇത് ഞാൻ മുമ്പേ അറിഞ്ഞെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് ഈ പശുക്കുട്ടികളെ കണ്ടേനെ. ഇവിടെ ഞാൻ ഒരു 1 അവറെങ്കിലും സ്പെൻഡ് ചെയ്ത് കാണുവേ. അതെല്ലാം കണ്ട് വന്നിട്ട് ഞാൻ ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ എന്താണ് ദിൽപസൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒന്നും മേടിച്ചില്ല. പിന്നെ ലേസ് എല്ലാം മേടിച്ച് വന്ന് ഞാൻ കട്ട്ലേറ്റും പിന്നെ പരമ്പൊരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു വെളിയിൽ നിന്ന്. ഇത്രയേ ഉള്ളൂ, ബൈ.